ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് ഇപ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആണ് ഇപ്പോൾ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരെത്തിയത് അവരുടെ ഒരു സ്വമനസാലയാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും വളരെയധികം കൺഫ്യൂസിങ് ആയിരുന്നു ഈ ഒരു പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷനിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അതായത് നമ്മൾ ഈ ഒരു വടംവലിയിൽ പെട്ട പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് വലിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രഷറിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായത്. ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ രണ്ട് സ്ഥലത്തും എങ്ങോട്ട് പോകണം എന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു വ്യക്തി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണോ നമുക്കൊരു പ്രഷർ ഉള്ളത് അങ്ങോട്ടേക്ക് പോകുന്നത് പോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ 100% ഈ ഒരു വ്യക്തി അവരുടെ ഒരു സമാനസാലെ പോയതാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ലീവ് ചെയ്ത ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അത്രയധികം അറ്റാച്ച്ഡ് ആയിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോടായിരിക്കാം അവർ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ ഒരു ലെസ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും അടുപ്പമില്ലാത്ത രീതിയിൽ അകറ്റി നിർത്തിയിരിക്കുന്ന പോലെ ആയിരിക്കാം ആ ഒരു സമയത്ത് അവരോട് പെരുമാറുന്നത്. ഇപ്പോൾ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ല. ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് രണ്ടും ഇവർക്ക് ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളെയും ആ ഒരു തേർഡ് പാർട്ടിയും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുന്നില്ല. എവിടെയാണോ അവർ ഉള്ളത് അപ്പോൾ മറ്റേ വശത്ത് നിൽക്കുന്ന ആളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, അറ്റാച്ച്മെൻ്റ് എല്ലാം കുറയുന്നൊരവസ്ഥ. ഇതാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്നു, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൂടെ പോകുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു റീകൺസിലിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു റീകൺസിലിയേഷൻ വഴിയായിരിക്കാം അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനഃസ്ഥാപിച്ചത്. അതായത് തേർഡ് പാർട്ടിയോട് ഒട്ടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, അവർ പറയുന്ന അത്രത്തോളം ചെവിക്കൊള്ളാതെ നിൽക്കുന്നൊരു അവസരത്തിൽ നിന്ന് അവർക്കൊരു റീകൺസിലിയേഷൻ എന്ന പോലെ ആയിരിക്കാം ഇവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു റീയൂണിയനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണേക്കാളും ചിലപ്പോൾ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഹോൾഡൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാം, ഒരു പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ, എന്തെങ്കിലും ഒരു കഴിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൈഡുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഇവരെക്കാളും ഫിനാൻഷ്യലി ഉയർന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഒരുപടി കൂടി മികച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താനോ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കാനോ ഒക്കെ അധികാരമുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു പേഴ്സണേക്കാളും ഒന്ന് മികച്ച് നിൽക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ആ ഒരു തരത്തിലൊക്കെ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് വളരെ വിധേയത്വമായിട്ടാണ് നിന്നിട്ടുള്ളത്. അതായത് വളരെ അനുസരിച്ച് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് വിട്ട് കളയാറുണ്ട്. ആ പോട്ടെ, ഇവരല്ലേ പറഞ്ഞത്, സാരില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു രീതിയിൽ ആണ് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അതായത് ചിലപ്പോൾ അവരൊരു പ്രഷറിലാണ് അങ്ങോട്ട് പോയതെങ്കിൽ പോലും ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരെ പോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും ചിലപ്പോൾ അത്രത്തോളം സ്നേഹം ഇവരോട് കാണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം.
ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ തമ്മിലൊന്ന് അകന്ന് നിന്നിട്ട് ഒരു റീകൺസിൽ ആയ പോലെ ആയിരിക്കാം വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഭാഗത്താണ് നേരത്തെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ഈ ഒരു പേഴ്സണിന്റെ മുൻപിൽ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ മാക്സിമം സഹകരിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ നമുക്ക് അവരുടെ ആ ഒരു പാസ്റ്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് കാലപ്പഴക്കം ഉണ്ടാവാം. ഒരുപാട് നാളുകളായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അല്ലാതെ റീസെൻ്റ് ആയിട്ടൊരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ വന്നതോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചതോ ആയിരിക്കണം എന്നില്ല. കുറച്ചധികം നാളുകളായിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോട് ചായ്വായിട്ട് തന്നെ നിന്നായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയ ശേഷം അവരുമായിട്ട് മാക്സിമം ഒത്തുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല. മാക്സിമം ഈ ഒരു പേഴ്സൻ്റെ നന്മ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്, അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ആംഗിളിലാണ് നിന്നിട്ടുള്ളത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണെ അവർ ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കറൻലി നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും തമ്മിലുള്ള എനർജീസ് നോക്കുമ്പോൾ നേരത്തെ ഇവരൊന്ന് വിധേയത്വപ്പെട്ടാണ് നിന്നിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് അത്രയധികം ഒരു വഴക്കിനോ തല്ലുപിടുത്തത്തിനോ ഒന്നും പോവാതെ അവരിപ്പോൾ എന്താണ് പറയുന്നതെങ്കിലും അത് ശരി എന്നുള്ള രീതിയിൽ തലയാട്ടിയാണ് പോയിട്ടുള്ളതെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഡീവിയേഷൻ വന്നതായിട്ട് തന്നെ കാണാം. അതായത് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും എനർജീസ് എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആണ്. നേരത്തെ ഒരാളൊരു ഹൈ ഒരാളൊരു ലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു ബാലൻസിങ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി നേരത്തെ ഉള്ളതിനേക്കാൾ ഈ ഒരു തേർഡ് പാർട്ടിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, നേരത്തെ കൂടുതലും നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയെ നമ്മൾ സോപ്പിട്ട് നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ അത് ഇവരുടെ എന്തും ഇവരുടെ നന്മയ്ക്കാണെന്നുള്ള രീതിയിലൊക്കെയാണ് ധരിപ്പിച്ച് കംപ്ലീറ്റ്ലി ചിലപ്പോൾ അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ക്യാരക്ടർ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാം ആ ഒരു മിസ്റ്ററി ഉണ്ട് അവരുടെ പിന്നിൽ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിട്ടല്ലാത്തൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറൻലി അവരുടെ ആ ഒരു ക്യാരക്ടറിനും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഇവർ ചിലപ്പോൾ ഇവരുടെ ഒരു ബെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പാർട്ട് കാണിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവരുടെ ആ ഒരു ഷാഡോ സൈഡ് കൂടി പുറത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കംപ്ലീറ്റ്ലി ഒരാളോട് വളരെ സ്നേഹം കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം വ്യക്തികളും അത് വിശ്വസിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം സത്യസന്ധമാണെന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അവിടെ വളരെ കാര്യമായിട്ട് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു റിയൽ ക്യാരക്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പെരുമാറ്റം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് അവർ മനസ്സിലാക്കി വരുന്നു, അല്ലെങ്കിൽ പഠിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു പേജ് ഓഫ് വർത്തിൻ്റെ എനർജി ഉണ്ട്. അതായത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഡെക്ക് മുഴുവൻ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ആയിട്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. കറൻ്റ്ലി ഉള്ള ഒരു ഓവറോൾ എനർജിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു കമ്പാരിസൺ എന്നുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയും കൂടി നിങ്ങളുടെ പേഴ്സൺ കമ്പയർ ചെയ്യുന്നതായിട്ട് തന്നെയാണ്. അതായത് അവരുടെ ഒരു റിയൽ കളർ പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ളത് അവർക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ബ്ലൈൻഡായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവർക്ക് പുറത്ത് വരാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവർ തമ്മിലുള്ള എനർജി ഇപ്പോൾ ഒരാൾ ഹൈ ഒരാൾ ലോ എന്നുള്ളതല്ല, ഈക്വലി നിങ്ങളുടെ പേഴ്സൺ അവരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പോലെ അത് കണ്ണടച്ച് പോട്ടെ എന്ന് പറയുന്ന ഒരു എനർജിയിലല്ല. ഇവരും തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ കുറിച്ച് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു ബേർഡൻ എനർജി കാണാം. അതായത് അതൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള സഹകരണം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ഏതൊക്കെയോ സാഹചര്യത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരോടുള്ള ആ ഒരു അകൽച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് തോന്നുന്ന ആ ഒരു വിരോധമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മനസ്സിലാവുന്നത്. അതുപോലെ ആ ഒരു കണ്ടീഷനിങ് കാർഡ് നമുക്ക് കാണാം. അതായത്
ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു റിയൽ കളർ പുറത്ത് വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണെന്നുള്ളത് റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നമുക്കറിയാം ഒരു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു സിംഹമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അതായത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ട്രൂ കളർ, അവർ ഇത്ര നാൾ പതുങ്ങി ഇരുന്നിട്ട് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട എന്താണോ എന്നുള്ളത് അവർ പുറമെ റിവീൽ ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പുറത്ത് വരുന്നു, നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആദ്യം ഈ ഒരു പേഴ്സണുമായിട്ട് മാക്സിമം സഹകരിച്ച് പോകാനും, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരും അതിന് തക്കതായിട്ട് പ്രതികരിക്കാനും അവരുടേതായിട്ടുള്ള ആ ഒരു യഥാർത്ഥ പ്രതികരണ ശേഷിയിലേക്ക് നിങ്ങളുടെ പേഴ്സണും തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം. ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് ഡെക്കിലാണെന്നുണ്ടെങ്കിലും ഹൈ പ്രൈസ്റ്റസിന് ശേഷം ആ ഒരു 5 ഓഫ് എയറിൻ്റെ എനർജി കാണാം. ദാറ്റ് മീൻസ് ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്നവർ ചീറ്റ് ചെയ്യാൻ മടിയില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സ്വയം ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതലും നമുക്കിങ്ങനെ നമ്മൾ പരിഹസിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തോക്കി കാര്യങ്ങൾ പറയേണ്ടതിന് പകരമായിട്ട് കുത്തി സംസാരിക്കുക, ഇൻസൾട്ട് ചെയ്യുക, ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏത് അവസ്ഥയിലായാലും കുഴപ്പമില്ല, എനിക്ക് ജയിച്ചാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥ, ആ ഒരു മുന്നേറാനായിട്ടുള്ള ശ്രമം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവരുമായിട്ട് ആ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ അവർക്ക് കംപ്ലീറ്റ്ലി അഭിനയിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സ്വഭാവം പുറത്ത് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഇവർ ഏതെങ്കിലും രീതിയിൽ ടീസ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നതോ ഒക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു തരത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നേരത്തെ കണ്ടതുപോലെയല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു നേരത്തെ കാണിച്ച സ്നേഹവും താല്പര്യമൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും ഒതുങ്ങിപ്പോയി എന്നുള്ള അവരുടെ ഒരു തോട്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസോ ഒക്കെ കാരണമായിരിക്കാം കുറച്ചും കൂടി അവർ ആ ഒരു അവരുടെ ഒരു റിയൽ കളറിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് മനസ്സിലായി ഇവരെ ഒരു ബേർഡൻ ആയിട്ട് ഇത് കാണുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ കാണാം ആ ഒരു എക്സോഷൻ കാണാം. അതായത് ഒരു മടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ബേർഡൻ പോലെ തന്നെ വയ്യാതെയായി എന്ന് പറയില്ല, എല്ലാ തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് വയ്യാതെയായി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഉള്ളത്. ആദ്യമേ തന്നെ ആ ഒരു കമ്പാരിസൺ വന്നതുകൊണ്ട് നിങ്ങളെക്കുറിച്ചും അവർ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ഡെക്കിലെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു കോംപ്രമൈസ് എനർജിയാണ്. അപ്പോൾ കോംപ്രമൈസ് എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതൊന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എത്ര നിങ്ങളുടെ പേഴ്സൺ ഒരു വെറുപ്പും വിരോധവും തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൈവിട്ട് പോകാതിരിക്കാനായിരിക്കാം ആ ഒരു രീതിയിൽ ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു ക്ഷമാപണമായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അതൊന്ന് കോംപ്രമൈസിലേക്ക് എത്തിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി റെഡിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു യഥാർത്ഥ സ്വഭാവം പലപ്പോഴും പുറത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അവരൊന്ന് പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയിലാണ്. കംപ്ലീറ്റ്ലി റിവീൽ ആയിട്ടില്ല, പക്ഷേ പതിയെ പതിയെ ഈ ഒരു പേഴ്സണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇവർക്ക് പറയാനുള്ളതെല്ലാം ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഇത് പറഞ്ഞത് കൊണ്ട് ഒരു വിരോധം തോന്നി ഇനി ഇവർ പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവരത് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ആലോചിച്ച് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എല്ലാം അവർ എല്ലാ രീതിയിലും ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആംഗിളിൽ നിന്നും ആലോചിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല ഇവരുമായിട്ടുള്ള ആ ഒരു സ്പ്രെഡിലുള്ള എനർജിയിലാണ് നമുക്ക് ആ ഒരു ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ചില കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ് ഇവർക്ക് വേണ്ടി, പക്ഷെ ആ ഒരു സാക്രിഫൈസ് ഇവർ അർഹിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു സാക്രിഫൈസിന് അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഈ വ്യക്തിക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ മുകളിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എന്ത് വേണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഡെക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതൊരു ബേർഡനായിട്ട് കാണുന്നുണ്ട്, ആകെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് ഇറങ്ങി പോരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ
ആ ഒരു രീതിയിലേക്ക് അവരവരുടെ മൈൻഡ് പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു 4 കാർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളോടുള്ള അവരുടെ ഒരു ഓവറോൾ എനർജി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിതൊരു ഡീറ്റെയിൽഡ് തേർഡ് പാർട്ടി റീഡിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തേർഡ് പാർട്ടിയോടുള്ളൊരു ആഭിമുഖ്യമാണ് നമ്മൾ നോക്കിയതെങ്കിലും ഇപ്പോൾ അവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഓവറോൾ എനർജി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആ ഒരു 4 കാർഡ്സ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നേരത്തെ ഇവരോടുള്ള സ്പ്രെഡിൽ നിന്ന് തന്നെ ആ ഒരു കമ്പാരിസണും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ പോയിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ഓർത്തെടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇവർ വന്നത് ഒരു പ്രഷർ കൊണ്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊരു ഭാഗത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു ഭാഗത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അവർക്ക് പോകേണ്ടതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി പിന്നീട് അവരുമായിട്ട് മാക്സിമം കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെച്ചിട്ട് പോയ ഒരു വ്യക്തിയല്ല, ആ ഒരു പ്രഷറിൻ്റെ പുറത്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തെന്ന് പറയുമ്പോൾ അതൊരു ചീറ്റിംഗ് ആയിട്ട് തന്നെ വരും. എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിലുള്ള പേഴ്സണെ കൺസിഡർ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചീറ്റിംഗ് ലെവൽ തന്നെയാണ്. പക്ഷേ ഓവറോൾ എനർജി ആയിട്ട് വന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വെറുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരായിട്ട് വേണ്ടാന്ന് വെച്ച് പോയതോ ഒന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു സമ്മർദ്ദവും അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റവും എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലും ഓർക്കാനായിട്ട് ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കാം വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം. ആ ഒരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് മുൻപിൻ നോക്കാതെ എത്രയും വേഗം വന്നു ചേരുക എന്നുള്ളതാണ്. കൂടുതൽ വീണ്ടും വിചാരങ്ങളൊന്നും ഇല്ലാത്തൊരു എനർജിയാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതുപോലെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സണോടൊപ്പം ആണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് എനർജിയാണ്. സ്ട്രെങ്ത് എനർജി എന്ന് പറയുമ്പോൾ അതിനായിട്ട് കുറച്ച് ധൈര്യം സംഭരിക്കേണ്ടുന്നൊരു സംഭവമാണ്. അത് മാത്രമല്ല ആ ഒരു കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് കാർഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു 3 ഓഫ് വൺസിൻ്റെ എനർജിയും കൂടി വന്നത് കൊണ്ട് തന്നെ ഇവരുടേതായിട്ടുള്ള ഒരു പൊസിഷൻ അവർ നിലനിർത്തട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സേഫ് സോണിലേക്ക് മാറട്ടെ എന്നുള്ള ഒരു എനർജിയും കൂടി നമുക്ക് അവിടെ കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ആ ഒരു തേർഡ് പാർട്ടി അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് അവർ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അവർ കൂടുതലായിട്ട് ആലോചിക്കുന്നുമുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അബദ്ധമായോ എന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തെ സ്റ്റേജിലേക്ക് അവർ എത്തിയിട്ടില്ല. സോ അവർക്കൊരു ടൈം വേണം. അപ്പോൾ നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കറേജ് വേണം. ഇതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിലും കറേജ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും തീക്ഷ്ണമായിട്ട് അവർ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് പോലും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നൊരു പാഠം പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്നൊക്കെ ആലോചിക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ റെസണേറ്റ് ആവും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം കാലങ്ങളായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ് കാണുന്നത്. ആ ഒരു പഴക്കം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ ചിരിച്ചുല്ലസിച്ച് പോകുന്നതായിട്ടല്ല, അവർക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു എനർജി ആയിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.